ഹലോ കൂട്ടുകാരെ, ഏവർക്കും അക്ഷരമഞ്ജരിയിലേക്ക് സ്വാഗതം. നാളെ നവംബർ 14 ദേശീയ ശിശുദിനം. എല്ലാവർക്കും ശിശുദിനത്തിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളട്ടെ. ശിശുദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കിന്ന് പരിചയപ്പെട്ടാലോ? ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇന്ത്യക്കുള്ള സ്ഥാനം ഉറപ്പിക്കുന്നതിനായി നെഹ്റു ആവിഷ്കരിച്ച വിദേശ നയം? ചേരിചേരാ നയം. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിച്ചത് ഏതു വർഷം? 1961. ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആര്? റോഷൻ സേത്ത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം എഴുതിയത് ഏത് ജയിലിൽ വെച്ച്? അഹമ്മദ് നഗർ കോട്ട ജയിലിൽ. ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലാൽ നെഹ്റു അന്തരിച്ച വർഷം? 1931. അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? VK കൃഷ്ണമേനോൻ. നെഹ്റുവിൻ്റെ പത്നി കമല അന്തരിച്ച വർഷം ഏത്? 1936 ഫെബ്രുവരി 28. ജവഹർലാൽ നെഹ്റുവിൻ്റെ സെക്രട്ടറിയായ മലയാളി ആര്? MO മത്തായി. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു പഠിച്ച ഇംഗ്ലണ്ടിലെ സ്കൂൾ ഏത്? ഹാരോ. നെഹ്റുവിൻ്റെ മാതാവ് സ്വരൂപ് റാണി അന്തരിച്ചത് ഏതു വർഷം? 1938. ആ ദീപം പൊലിഞ്ഞു എന്ന് നെഹ്റു പറഞ്ഞത് ആരുടെ മരണത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച്. ജവഹർലാൽ നെഹ്റു ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്ന സംഗീതജ്ഞ ആരാണ്? MS സുബ്ബലക്ഷ്മി. നെഹ്റു ആകെ തടവിൽ കഴിഞ്ഞ കാലം? 3276 ദിവസം. നെഹ്റു ദേശീയ ബാലഭവൻ സ്ഥാപിച്ച വർഷം? 1956. സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നെഹ്റു തൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പ്രതിമയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ആരുടേതാണ് ഈ പ്രതിമ? എബ്രഹാം ലിങ്കൺ. തമിഴ്നാട് സന്ദർശനത്തിനിടെ നെഹ്റുവിൻ്റെ കാർ ഓടിച്ചിരുന്നത് ഒരു സ്ത്രീയായിരുന്നു. എന്താണ് അവരുടെ പേര്? ബാലമ്മ. കുട്ടികൾക്ക് പ്രിയങ്കരനായ ചാച്ചാജി ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം അയച്ചു കൊടുത്ത ആനക്കുട്ടിയുടെ പേര്? ഇന്ദിര.
ജവഹർലാൽ നെഹ്റു എത്ര തവണ തടവിലായിട്ടുണ്ട്? 9 തവണ. ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? അണക്കെട്ടുകളെ. വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്